ഇന്ത്യൻ വാർത്തയുടെ മെയ്ഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃശൂർ ഒല്ലൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന പ്രിയ ഹോം പ്ലാസ്റ്റ് എന്ന പ്രൊഡക്ഷൻ യൂണിറ്റിലാണ്. പ്രിയ ഹോം പ്ലാസ്റ്റ്, പ്രിയ പോളിമർ, പിന്നെ പ്രിയ പ്ലാസ്റ്റിക്സ് എന്നിങ്ങനെ 3 സ്ഥാപനങ്ങളാണ്, 3 പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ് ഇവർക്കുള്ളത്. അതിലെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് പ്രിയ ഹോം പ്ലാസ്റ്റ്. നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായ ബക്കറ്റുകൾ, കപ്പുകൾ, മറ്റ് അനവധി ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ 500-ലധികം പ്രൊഡക്റ്റുകളാണ് പ്രിയ പ്ലാസ്റ്റിക്സ് എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഉൽപ്പന്നങ്ങൾ ഇവർ നിർമ്മിക്കുന്നത്? അതിന്റെ ഒരു പ്രൊഡക്ഷൻ ലൈനാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ. കമോൺ. നമ്മുടെ പ്രിയ ഹോം പ്ലാസ്റ്റിന്റെ ബക്കറ്റാണിത്. നല്ല ക്വാളിറ്റിയുള്ള ബക്കറ്റാണ്. ഹായ്, ഇത് ജിഷ്ണു, നമ്മുടെ ഹോം പ്ലാസ്റ്റ് എന്ന ഈ ഒരു പ്ലാന്റിന്റെ സൂപ്പർവൈസറാണ്. സ്വാഗതം ഇന്ത്യൻ വാർത്തയുടെ മെയ്ഡ് ഇൻ ഇന്ത്യയിലേക്ക്. നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ ലൈനൊക്കെ കണ്ടു. നമുക്കത് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ റോ മെറ്റീരിയൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആവുന്ന വരുന്നതിനുള്ള ഒരു സ്റ്റെപ്സ് ഒന്ന് പറയാം. നമുക്കിവിടെ എല്ലാ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ് നമുക്കിവിടെ മെയിനായിട്ട് പ്രൊഡക്ഷനിൽ വരുന്നത്. ഓക്കെ, നമുക്ക് എന്താ പറയുക, ചെറിയ ഐറ്റംസ് തൊട്ട് ബിഗ് ഐറ്റംസ് വരെയുള്ള എല്ലാ ഹൗസ് ഹോൾഡ് ഐറ്റംസും നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് 3 ഫേമായിട്ടാണ് വരുന്നത്. അതിലുള്ള ഏറ്റവും വലിയ ഫേമാണ് നമ്മുടെ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഹോം പ്ലാസ്റ്റ്. നമുക്കിവിടെ ചെയർ തൊട്ട് ഏറ്റവും ചെറിയ ബക്കറ്റ്സ്, ഏറ്റവും ചെറിയ പ്രൊഡക്ട്സ് വരെ നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾ റിലയൻസ് അങ്ങനത്തെ വലിയ വലിയ ഫേംസിൽ നിന്നാണ് നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ നമുക്ക് ആവശ്യമായുള്ള ഏത് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ നമ്മളത് പ്രൊഡക്ഷനിലാക്കി മാറ്റിയെടുക്കുന്നു. എനിക്കറിയേണ്ടത് ആ ഒരു ടെക്നിക്കലി നമ്മൾ പറയുന്നത് ഇപ്പോൾ പലതരം മെഷീൻസ് കണ്ടു, 3 തരത്തിലുള്ള മെഷീൻ ഇവിടെ കണ്ടു, 3 തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രവർത്തന രീതി ഒന്ന് പറയും. നമ്മൾ ഇവിടെ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. സെക്കൻഡ് ക്വാളിറ്റി വേണ്ടവർക്ക് നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് മാത്രം, അതായത് നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ആയിട്ട് പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ്. നമ്മൾ മെറ്റീരിയൽ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പ്രൊഡക്ഷനാണ് വേണ്ടത്, അതിനുള്ള ഡൈ സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ
അതിനുള്ള ഏതാ കളർ ഏതാ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ മെഷീനിൽ ഡൈ ചേഞ്ച് ചെയ്ത് അതിൽ നമ്മൾ പ്രൊഡക്ഷനായിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഒരു മെഷീൻ്റെ ഒരു പ്രോസസ്സിങ് വരിക. ആ മെഷീൻ എന്താ പറയാ? നമ്മൾ ഇവിടെ നമുക്ക് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മാത്രമാണ് നമുക്ക് നിലവിലുള്ളത്. നിങ്ങൾക്ക് 3 യൂണിറ്റ് ഉണ്ട്. നമുക്ക് 3 യൂണിറ്റ് ഉണ്ട്. അവിടെയൊക്കെ എന്തൊക്കെയാണ്? നമുക്ക് എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പോളികാർബണേറ്റ്, ABS, PP, PPCP, റാൻഡം PP, നമ്മൾ എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മളിവിടെ പ്രൊഡക്ഷൻ എടുക്കുന്നത്. മറ്റുള്ള കമ്പനിക്കാരുടെ പോലെ നമ്മൾ ഇന്ന മെറ്റീരിയൽ മാത്രമല്ല, നമ്മൾ എല്ലാ പ്രൊഡക്റ്റും എല്ലാ തരത്തിലുള്ള വേരിയേഷനുള്ള മെറ്റീരിയൽസ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യും. ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര ടൈം എടുക്കും? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊഡക്ട്സ് ആണ്. നമ്മളിപ്പോൾ സപ്പോസ് ഈ ഒരു ബക്കറ്റ് ഇതിപ്പോൾ എത്ര സമയം എടുക്കുന്നുണ്ടാവും? നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ബക്കറ്റ് ഇപ്പം നമുക്ക് ഇതൊരു 10 ലിറ്ററിൻ്റെ ബക്കറ്റ് ആണെങ്കിൽ നമുക്കൊരു 1 hourൽ നമുക്കൊരു 100 പീസിന് മുകളിൽ എന്തായാലും പ്രൊഡക്ഷൻ കിട്ടും. 100 പീസ് എന്തായാലും കിട്ടും. അപ്പോൾ ഒരു മിനിറ്റ് താഴെ മതി. ഒരു മിനിറ്റിൽ താഴെ മതി. ഒരു ബക്കറ്റ് അടിച്ചു വരാൻ 1 മിനിറ്റ് താഴെ മതി. നമ്മുടെ പ്രിയ പ്ലാസ്റ്റിക്സിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, 500-ലധികം പ്രൊഡക്ട്സ് ഉണ്ട് നമ്മുടെ വീടുകളിലേക്ക് നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് പ്രൊഡക്ട്സ്. ഇതിൽ നമുക്ക് വരുന്ന ഒരു അട്രാക്ഷൻ ഇത്തരം ഫലൂഡ ഗ്ലാസസ്, ബിയർ ഗ്ലാസസ് ഒക്കെ ഇത് പോളി കാർബണേറ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൽ തന്നെ വളരെ അപൂർവമായി തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ പ്രിയ പ്ലാസ്റ്റിക്കിൻ്റെ പെരിഞ്ചേരി ബ്രാഞ്ചിൽ അല്ലെങ്കിൽ പെരിഞ്ചേരിയിലെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഗ്ലാസുകൾ ഇവർ ഉണ്ടാക്കുന്നത് എന്നുകൂടി ഈ ഒരു എപ്പിസോഡിൽ. ഇതാണ് പോളി കാർബണേറ്റ്, നമ്മുടെ റോ മെറ്റീരിയൽ. ഇത് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനാണ്. ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻസിൽ വ്യത്യസ്തമായ മോൾഡുകൾ ഘടിപ്പിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ വിവിധ രൂപങ്ങളിലുള്ള വീട്ടുപകരണങ്ങൾ, കപ്പ്, മഗ്, ഗ്ലാസ്, ബക്കറ്റ്, അങ്ങനെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു മെഷീനിൽ നമ്മൾ കാണുന്നത് പോലെ 1 മിനിറ്റിൽ താഴെ മാത്രം സമയം ഉപയോഗിച്ചാണ് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ തന്നെ അപൂർവമായി തന്നെയാണ് ഈ ഒരു പോളി കാർബണേറ്റ് ഉപയോഗിച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്ലാസുകൾ, ബിയർ ഗ്ലാസ് അല്ലെങ്കിൽ ഷേക്ക് ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. അത്തരത്തിലൊരു പ്രോസസ്സ് നടക്കുന്ന യൂണിറ്റിലാണ്, പ്രിയ പ്ലാസ്റ്റിക്സിൻ്റെ യൂണിറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് അതിൻ്റെ മെഷീൻ. അതിലെ ഒരു പ്രോസസ്സ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കണ്ട ഒരു പോളി കാർബണേറ്റ് അത് ഇവിടെ സ്റ്റോർ ചെയ്ത് ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്തിട്ട്, അത് മണിക്കൂറുകൾ എടുക്കും, ആ രീതിയിൽ മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു മെഷീനിലേക്ക് കടക്കുമ്പോൾ അവിടെ വരുന്ന മോൾഡിൽ നിന്ന് ഈ രീതിയിലുള്ള ഇതിപ്പോൾ ജ്യൂസ് ഗ്ലാസ് ആണ്, ഇതുപോലെ ഈ ഒരു മോൾഡാണ് ഇപ്പോൾ ഇതിലുള്ളത്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഗ്ലാസ്സുകളായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് ഇവിടുന്ന് തന്നെ പാക്ക് ചെയ്ത് ഇതുപോലെ കണ്ടു റെഡി ടു ഡിസ്പാച്ച് ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നേരെ ഇവരുടെ ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ അടുത്ത് പോകും, അവിടെ നിന്ന് ഷോപ്സിലെത്തും. ഇവിടെ നമ്മൾ ഈ കാണുന്നത് പോലെ മുറം, പ്ലാസ്റ്റിക് മുറങ്ങൾ പല കളറിലുള്ളത് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ മറ്റേ യൂണിറ്റിലും ഇതുപോലെ ഒരു മെഷീനിൽ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നടന്നത്. അവിടെ കുറച്ചുകൂടി സൗണ്ട് കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇതിനുള്ളിൽ ആ മോൾഡ്, അതിൽ നിന്നത് പ്രസ്സായിട്ട് വരുമ്പോൾ ഇതുപോലെ മുറമായിട്ട് വരും. അപ്പോൾ അവർ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് ഒരു ഫൈൻ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റും. ഇനി അത് അടുത്തതായിട്ട് ഇതിൽ ഇവരുടെ ലേബിളൊക്കെ ഒട്ടിച്ച് കവറിൽ പാക്ക് ചെയ്ത് പോകും.
500 പരം പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. ഫുള്ള് ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ്, പ്ലാസ്റ്റിക് ഹൗസ് ഹോൾഡ് ഐറ്റംസ്. കേരളം, ഒരു ദുബായ്, ഖത്തർ, ആഫ്രിക്ക അങ്ങനെ എക്സ്പോർട്ടും നമുക്കുണ്ട്. പിന്നെ 6 സ്ഥാപനങ്ങളുണ്ട്. പ്രിയ പ്ലാസ്റ്റിക്, പ്രിയ പോളിമേഴ്സ്, പ്രിൻസ് പ്ലാസ്റ്റിക്, പോളോ പോളിമർ, അങ്ങനെ 6 സ്ഥാപനം നമ്മൾക്കിപ്പോൾ നിലവിലുണ്ട്. പ്രിയ പ്ലാസ്റ്റിക്സ് എന്ന പേരിൽ കേരളത്തിലും വിദേശത്തും വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുന്ന വീട്ടുപകരണങ്ങൾ, അവയുടെ നിർമ്മാണ കാഴ്ചകളാണ് നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യയിൽ ഈ ഒരു എപ്പിസോഡിൽ പരിചയപ്പെട്ടത്. വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ യൂണിറ്റുമായി വീണ്ടും കാണാം. നമസ്കാരം.